കാർബൺ ബഹിർഗമന തോത് കുറയ്ക്കാൻ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുകയാണ് പല രാജ്യങ്ങളും. എന്നാൽ അതും പരിസ്ഥിതിക്ക് കടുത്ത ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. ഇലക്ട്രിക് കാറുകൾ, ലാപ്ടോപ്പുകൾ, സൗരോർജ്ജ സംഭരണം എന്നിവയ്ക്ക് വേണ്ട ബാറ്ററികളുടെ നിർമ്മാണത്തിന് ലിഥിയം ആവശ്യമായതിനാൽ ഇത് ഖനനം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയാവുകയാണ്. ഇലക്ട്രിക് കാറുകളുടെ ബാറ്ററി നിർമ്മാണത്തിനാണ് ലിഥിയം കൂടുതലായും വേണ്ടിവരുന്നത്. സമീപകാലങ്ങളിൽ ഇലക്ട്രിക് കാറുകളുടെ ഉൽപ്പാദനം കൂടിയത് ലിഥിയത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. ലിഥിയം ഖനനം ചെയ്യണമെങ്കിൽ ധാരാളം ജലം ആവശ്യമാണ്. 1 ടൺ ലിഥിയം ഖനനം ചെയ്യുന്നതിനായി 22.7 ലക്ഷം ലിറ്റർ ജലം വേണ്ടിവരും. ഖനനം നടക്കുന്ന മേഖലയിലെ ജലസ്രോതസ്സുകളെ ഇത് കാര്യമായി ബാധിച്ചു. ചിലയിലെ അറ്റക്കാമ മരുഭൂമിയിലെ ഉപ്പുപാടങ്ങൾക്ക് താഴെയാണ് ലോകത്തിലെ വലിയ ലിഥിയം ശേഖരം സ്ഥിതി ചെയ്യുന്നത്. ഓസ്ട്രേലിയയ്ക്ക് ശേഷം ആഗോളതലത്തിൽ ലിഥിയം ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ വലിയ രാജ്യമാണ് ചിലി. പച്ചപ്പും തണ്ണീർത്തടങ്ങളും നിറഞ്ഞു നിന്ന ചിലയിലെ പ്രദേശങ്ങൾ പലതും വറ്റിവരണ്ട് വിണ്ടുകീറി കിടക്കുകയാണിപ്പോൾ. സലാർ ഡി അറ്റക്കാമ എന്ന പ്രദേശമാണ് രാജ്യത്തെ ലിഥിയം ഉൽപ്പാദനത്തിന്റെ പ്രധാന കേന്ദ്രം. വിശാലമായ ഉപ്പുപാടങ്ങൾ, ചതുപ്പുകൾ, തടാകങ്ങൾ, ഏകദേശം 185 ഇനം പക്ഷികൾ എന്നിവ ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു ഇത്. ഇപ്പോൾ തടാകങ്ങളിലെല്ലാം പഴയതുപോലെ വെള്ളമില്ല. കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ ലോകമെങ്ങും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറുമ്പോൾ ലിഥിയത്തിന്റെ ഉൽപ്പാദനം കുത്തനെ കൂടി. ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം 2021 ആഗോളതലത്തിൽ ഏകദേശം 95,000 ടൺ ലിഥിയമായിരുന്നു ഉപയോഗിച്ചതെങ്കിൽ 2024 ആകുമ്പോഴേക്കും ഇത് ഇരട്ടിയിലധികം വർദ്ധിച്ച് 2,05,000 ടണ്ണായി. 2040 ആകുമ്പോഴേക്കും ഇത് 9 ലക്ഷം ടൺ കൂടുതലാകുമെന്നാണ് സൂചന.